ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇത് സർവൈവൽ വേൾഡിൻ്റെ എപ്പിസോഡ് 3 തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് വെച്ച് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതിലെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ആദ്യമായിട്ടാണ്. എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് വോയിസ് വല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏറ്റവും അവസാനം നിർത്തി വെച്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ഇത് എത്ര രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫർണസ് എല്ലാം ഉണ്ട്. എൻ്റെ ഇൻവെർട്ടറി ഇപ്പോൾ വല്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വല്ല ചെസ്റ്റ് ഉണ്ടോ നോക്കട്ടെ വില്ലേജിൽ. ഈ വില്ലേജ് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്തോ എന്നറിയില്ല. വെള്ളയ്ക്കൊക്കെ കയറി നോക്കണം. ഇവിടെ കേവൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അത്യാവശ്യം ഒരു ഹാർബറൊക്കെ ഉണ്ടാക്കണം. ഈ ഹൗസിൽ ചെസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നത് എനിക്ക്. അവിടെ ഈ ഹൗസിൽ ചെസ്റ്റ് ഉണ്ട്. കറക്റ്റ് ചെസ്റ്റ് വീട്ടിൽ കയറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഫുള്ള് നോക്കണം. ഇവിടെ ക്രോപ്സൊക്കെ ഉണ്ട്. രണ്ടും അത്യാവശ്യം കൂടുതലാതെ ക്രോപ്സ്. പൊട്ടാറ്റോയോ ക്യാരറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ അതെടുക്കും. അത്രേ ഉള്ളൂ. വീറ്റ് കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ അതിന് നല്ല സമയം വേണം. അപ്പോൾ ഇവിടെ വേറൊരു ഇതുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. പൊട്ടാറ്റോ ഉണ്ട്. പൊട്ടാറ്റോ മതി. ഒരു പൊട്ടാറ്റോ പൊട്ടുകയും ചെയ്തു. ലെതർ കിട്ടി. ഞാൻ എൻ്റെ ഇൻവെർട്ടറി കാലിയായി ഇത് അലകൊലയായ കാര്യം മറന്നുപോയി. ഇവിടെ ലെതർ വർക്കുണ്ട്. അതിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കയറ്റാം. കോൾഡ് ഡ്രിങ്ക് എടുക്കാം. ഈ കഴിഞ്ഞ 2 എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാത്തത് സോറി. അപ്പോൾ ഞാൻ റെക്കോർഡിങ് അങ്ങനെ അത് മര്യാദയ്ക്ക് പഠിച്ചു വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇത് കുറേ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ വോയിസ് റെക്കോർഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വേണ്ട ഇത് അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തത്. സ്കെലട്ടനൊക്കെ താഴെ കേൾക്കുന്നുണ്ട്. ലൈറ്റ് ആവാതെ വെള്ളം ചാടിക്കൊണ്ട് വീട്ടിൽ കള്ളൻ കാണി. അപ്പോൾ അവിടെ നമ്മൾ ബെഡൊക്കെ വെച്ച അവിടെ ഇല്ല. ഏതായാലും വെച്ച് ദൂരെ കൊണ്ടുവച്ച നമ്മൾ വണ്ടിക്ക് എടുത്തിട്ട് അത്യാവശ്യം നല്ല ബേസ് ഉണ്ടാക്കാൻ നോക്കുക. നെറ്റ് നല്ലോണം കൂടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും എഡിറ്റ് ചെയ്യാറില്ല. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ഞാനങ്ങനെ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് അങ്ങനെ കൂടിയിരിക്കുന്നത്. ഉണ്ടെങ്കിൽ ശ്രമിക്കണം. എനിക്ക് അത് എഡിറ്റ് ചെയ്യാൻ അറിയാത്തതാണ്. നിങ്ങൾക്ക് ഈ മ്യൂസിക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഇത്
മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ? അപ്പോൾ സോറി. കുറച്ചാണെങ്കിൽ ബാരലുണ്ട് കേട്ടോ. ബാരലിൻ്റെ ഉള്ളിലാണ് അത് ചെസ്റ്റിൻ്റെ വണ്ടി വെച്ച് വെക്കുമ്പോൾ നടക്കുന്നത്. അപ്പോൾ താഴെ ഇറക്കി വെച്ചപ്പോൾ നമുക്ക് ഇത് ടൂൾസ് വയ്ക്കാം. അല്ല, ടൂൾസ് ആർമർ ടൂൾസ് ഈ വരലാണ്. ഇതല്ല താഴേക്ക് വയ്ക്കാം. അപ്പോൾ ചുമ്മാ വയ്ക്കുന്ന അതേപോലെ എല്ലാം വയ്ക്കും. ഇത് കഴിയുമ്പോഴാണ് നല്ല വൃത്തിക്ക് ചെയ്യണം. അടുത്തെവിടെ ഒരു വകയില്ല. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇവിടെ വില്ലേജ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ബേസ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ. പക്ഷേ ഇവിടെ അടുത്തൊക്കെ ഒരു മരമില്ല. ആകെ എല്ലാം ചെതറി തെറിച്ചാണ് ഇരിക്കുന്നത് എല്ലാ മരങ്ങളും. അതുകൊണ്ട് എന്താ ചെയ്യുക? അവിടെ വേറെ വില്ലേജ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അവിടെ സ്പോർ ചെയ്യാൻ പോയാലോ? അവിടെ വേറെ വില്ലേജ് ഉണ്ട്. ഒറ്റ ദൈവം, ഞാൻ സ്പോർ ചെയ്ത് 1000 ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാനത് ഇപ്പം തന്നെ ശ്രദ്ധിക്കുന്നതാണ്. ബെഡ് എടുത്തു അങ്ങാടി പോകുന്ന വഴിക്ക് അങ്ങാടി നൈറ്റായാലും ബെഡ് എടുക്കണോ? വേണ്ട, അവിടെ ബെഡിട്ട് അവിടെ നിന്ന് എടുക്കാം. ഞാനിപ്പോഴാണ് അവിടെ വേറെ വില്ലേജുള്ള കാര്യം തന്നെ ശ്രദ്ധിക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് റെൻഡർ ഞാൻ കുറച്ച് ഇട്ടേക്കായിരുന്നു തോന്നുന്നത്. ഞാൻ കൂട്ടിയതറിയില്ല. എനിക്ക് അതുകൊണ്ടാണ് തോന്നുന്നത്. ഇപ്പം എന്തായാലും റെൻഡർ കൂടിയിരിക്കുന്നത്. എൻ്റെ ഫോണ് പിന്നെ അത്രയ്ക്ക് നല്ല ഫോണല്ല, അതുകൊണ്ട് കുറച്ച് റെൻഡർ ഡിസ്റ്റൻസേ പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഫോണിൽ മാക്സിമം താങ്ങാൻ പറ്റുന്ന റെൻഡർ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ചങ്കാണ്. 18 ചങ്കെന്ന് വെച്ചിട്ട് അത്യാവശ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ലോണം കാണാനും ഇതൊക്കെ പറ്റുന്നുണ്ട്. എനിക്കെന്താണെന്ന് അറിയില്ല, ഈ വില്ലേജിലത്തെ ചില ഹൗസൊക്കെ കാണുമ്പോൾ എനിക്ക് മൈൻക്രാഫ്റ്റിലല്ലാത്ത ഹൗസൊക്കെ പോലെ എന്താണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നതാണോ അല്ലെങ്കിൽ ശരിക്കും അങ്ങനെ ഉള്ളതാണോ? ഇവിടെ 2 ബെഡൊക്കെ ഇരിക്കുന്നത് എടുത്തോട്ടേക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയ്ക്ക് നേരം ചെയ്ത റെക്കോർഡ് ഓണാണോ? ആണ്, റെക്കോർഡ് പറയാൻ പറ്റില്ല. എൻ്റെ കാര്യമാണ് അവിടേക്കൊന്നുമില്ല. അവിടെയൊന്നുമില്ല. ഇത് പുറത്തല്ല. അതെ, ഇവിടെ കുറച്ച് ഇരിക്കുന്നത് ഏതെങ്കിലും ഇരിക്കുന്നുണ്ട്. ഇത് നോക്കാം, റെഡാക്കാൻ പറ്റും. റെഡാക്കാം. ബെഡിൻ്റെ അടുത്ത് തന്നിട്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരു വീട് ബേസൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയൊക്കെ എടുത്ത് ഉണ്ടാക്കാൻ മതിയായിരുന്നു. ക്രാഫ്റ്റ് ടേബിളല്ല അവിടെ വെച്ചിട്ടാണ് അവിടെ അല്പം ശ്രമിക്കുന്നത്.
എൻ്റെ സോഡ് ഇപ്പോൾ പൊട്ടുമല്ലോ. അത് കുറച്ചിട്ടേക്കാം. ചുമ്മാ ഫോൺ നശിപ്പിച്ച് കളയണ്ട. എവിടെ വീഡിയോ 14 കിടന്നോട്ടെ. എനിക്കാണെങ്കിൽ അത് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ലായിരിക്കും. റെഡാക്കി മോഷ്ടിക്കാനുള്ള അങ്ങോട്ടേക്ക്. ഓ കുറച്ച് വീട്ടിനെ കുറിച്ച് അറിയില്ല കേട്ടോ. കൈമാറേ ഉള്ളൂ. ക്യാരറ്റ് ഇല്ല, ക്യാരറ്റ് ഉണ്ടോ? ഇവിടെ ഇത് അവിടെ ഒത്തിരി കേട്ടോ. എനിക്കിപ്പോൾ ചാനലൊക്കെ തുടങ്ങിയുള്ളത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ഡെയിലി വീഡിയോ ഡെയിലി വീഡിയോ ഇടും. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സപ്പോർട്ടിങ് ഇല്ല. അങ്ങനെ സപ്പോർട്ടിങ് അങ്ങനെ ആരുടെ അടുത്തത് കിട്ടുന്നില്ല. ഈ ഇരിക്കുന്ന 4 സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാവേ. ഞാനല്ലേ ഇവിടെ വന്നതാണോ ചോണ്ടേക്ക് അറിയില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നിങ്ങൾ ലൈക്കും അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുകയല്ല ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ബോറടിക്കുന്നതാണെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് പ്രത്യേകിച്ച് ഇത് എഡിറ്റിംഗ് ഒന്നും അറിയാത്തതുകൊണ്ടാണ്. അല്ല ഞാൻ നല്ല വൃത്തിയിലൊക്കെ എഡിറ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല വൃത്തിയിൽ ഓക്കെ. അയ്യോ ഫുള്ളായി. ചെസ്റ്റ് എല്ലാം കൊണ്ടുപോയി കഴിക്കിപ്പോൾ കയ്യിൽ ചെസ്റ്റ് ഒന്നുമില്ല. അയ്യോ ഞാനെങ്കിൽ ലോസ്റ്റ് ആവുമോ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ വീട് എവിടെയാണ് നമുക്ക് കുറച്ച് നോക്കി വയ്ക്കാൻ മറന്നു. അവിടെ നിന്നാണ് കേട്ടല്ലോ നമ്മൾ വന്നത്. ഇവിടെ നിന്നാണോ വന്നത്? അയ്യോ ലൈറ്റാണല്ലോ. ഇവിടെ നിന്നാണോ വന്നത്? എനിക്ക് തോന്നുന്നത് അവിടെ നിന്നാണ് വന്നേതാ. ഇപ്പോൾ ഇവിടെ റെഡർ കൂട്ടി വെക്കാം. റെഡർ കുറച്ചപ്പോഴേക്കും ഇപ്പോൾ മിസ്റ്റേക്ക് കുറേ. ഇവിടെ പോവാ. ആണ് നമ്മളവിടെ നിന്ന് കാണാം. എൻ്റെ ക്രാഫ്റ്റ് ടേബിൾ ജസ്റ്റ് കൂടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ തലക്കാലത്തേക്ക് ഇവിടെ സ്ലീപ്പ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇവിടെ 6 ദിവസമൊക്കെ സർവൈവ് ചെയ്തു മരിക്കാതെ. അപ്പോൾ നമുക്ക് മരിക്കാതെ എത്ര ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എനിക്കൊരു ഹാർഡ് കോർ ഞാൻ 57 ദിവസമൊക്കെ സർവൈവ് ചെയ്തു. ഞാൻ അതുകൊണ്ട് സർവൈവ് അധികം
തോന്നുന്നത്. ഇപ്പോൾ ജലദോഷം എനിക്ക് വലിയ ഞാൻ പൗക്കി പാച്ചൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, പക്ഷെ പൗക്കി പാച്ച് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില്ലേജ് കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ കോപ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശ്രമിക്കണം. ഞാൻ അധികം യൂട്യൂബ് ചാനലാണെങ്കിൽ അങ്ങനെ ശീലിക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കി അങ്ങനെ അവരുണ്ടാക്കുന്ന പോലെ തന്നെ അവർക്ക് ബിൽഡ് ചെയ്യത്തില്ല. എല്ലാവരും അവിടെ നോക്കി പഠിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സുധിയാണ്. ഞാൻ സുധീൻ്റെ വലിയ ഫാനാണ്. ഇവിടെ റീസ്പോണ്ട് ചെയ്യാം. നമുക്ക് ഇപ്പം നമുക്ക് എവിടെയായിട്ട് സെറ്റ് ചെയ്തിട്ട് അത് നമുക്ക് കയ്യിലുള്ള സ്ക്രൂസിൻ്റെ സാമ്പിളിംഗ് ഇല്ല. സ്ക്രൂസിൻ്റെ സാമ്പിളിംഗ് നമ്മളിവിടെ അല്ല വെച്ചത്. നമ്മുടെ ഈ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. ഇൻവെൻട്രി മാനേജ് ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് അറിയില്ല കേട്ടോ. അത് ഇങ്ങനെ പണിയാണെന്ന് നിങ്ങൾക്കറിയാം. ശ്രമിക്കേ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളല്ല, ഇപ്പോൾ വുഡ് വേണം. നമ്മളിപ്പോൾ സ്ക്രൂസ് കൊണ്ടാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. നമ്മൾ ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ബേസ് വരെയാണ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് മെഗാബേസ് ഉണ്ടാക്കാൻ എനിക്ക് കുറേ ഐഡിയാസൊക്കെ ഉണ്ട്. ഒന്ന് ഇങ്ങനെ കുഴിയിലേക്ക് ഇങ്ങനെ കുഴിച്ച് ഒരു 17x17 അല്ലെ 21x21 വലിയൊരു ബോക്സ് കുഴിച്ച് അതിലേക്ക് ഇങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ ഇറക്കി നടുവിലൊരു ഫൗണ്ടൈനൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആ ഫൗണ്ടൈൻ്റെ സ്റ്റെപ്പിൻ്റെ സ്റ്റെപ്പിൻ്റെ അടിക്കൂടെ ഒക്കെ ഒരു ടണലൊക്കെ സെറ്റ് ചെയ്ത് അതിനുള്ളിൽ സ്റ്റോറേജ് അങ്ങനെയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹില്ല് ഉണ്ടാക്കിയിട്ട് അതിൽ അടിയിൽ ഇങ്ങനെ സ്റ്റോറേജ് ഒക്കെ ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. തലയിൽ ചെറിയ പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ആരുടെ ചെയ്യണം അതിൽ. ഞാൻ പിന്നെ യൂട്യൂബിനെ കുറിച്ച് അധികം ഞാൻ പഠിച്ചു വന്നിട്ടില്ല. അങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ പറ്റിയത് അത്രയ്ക്ക് ശ്രമിക്കാം. ഇത് ഇന്നലെ 2 വീഡിയോ എടുപ്പിച്ചത് എന്താണെന്ന് വെച്ച് ഞാൻ ഒന്ന് ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ചത് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ സെക്കൻഡ് എപ്പിസോഡ് ഞാൻ ഇന്നലെയാണ് റെക്കോർഡ് ചെയ്തത്. ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ 2 എപ്പിസോഡ് അടുപ്പിച്ച് വന്നത്. ഞാൻ ഈ ട്രീയാണ് ഒട്ടും കുട്ടിക്ക് ഇഷ്ടമില്ല. എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത ഒരു ടൈപ്പ് ട്രീ ആണ്. പക്ഷെ കുറേ കിട്ടും. അതായത് കുഴപ്പമില്ല. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് എനിക്കൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ ഇടാൻ ഇതുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോ ഇട്ടിരിക്കാം. എനിക്ക് കഴിഞ്ഞ ഏറ്റവും ആദ്യത്തെ വീഡിയോയ്ക്ക് 76 വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ആ കണ്ടവരെ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നല്ല ടാങ്ക്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ടാങ്ക് എനിക്ക്. അപ്പോൾ ഒരു സപ്പോർട്ടാവും. നിങ്ങൾ വീഡിയോ കാണുക, ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. വീഡിയോ മാത്രം കണ്ടാൽ പോരാ. നിങ്ങൾക്കിപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. ചോദിക്കണം. എനിക്ക് അങ്ങനെ കൃത്യം അങ്ങനെ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് കൊണ്ട് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയാണ്. ഇത്
റെക്കോർഡറിൻ്റെ ആപ്പിൻ്റെ പേരാണത്. അത് ഞാൻ മാറ്റാൻ നോക്കിയാലും നടക്കത്തില്ല. അത് നമ്മൾ ഇത് അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കി. എനിക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് അറിയില്ല. ഈ റെക്കോർഡറിൻ്റെ തന്നെ എഡിറ്റ് ഉണ്ട്. ആ എഡിറ്റ് നോക്കിയപ്പോൾ അതിൽ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനത് നിർത്തി. ഇപ്പം 40 ഇതായി. നമുക്കത് ഇപ്പം തന്നെ അത് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കിയാലോ. സ്റ്റാർട്ടർ ഹൗസ് അല്ല, ചെറുത് മതി. ഇതൊക്കെ മതി. നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ 3 വീഡിയോയിൽ എനിക്ക് ഏതെങ്കിലും ചീറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചീറ്റിംഗ് അല്ല, ഞാനത് കട്ട് ചെയ്തിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ചില സമയം നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് ചെന്ന് എത്തുന്നു, അങ്ങനെയൊക്കെ കാണാതെ. ഞാനത് എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട്, പോരാത്തതിന് എനിക്ക് വോയിസ് വെച്ച് റെക്കോർഡ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ മ്യൂസിക് ഞാൻ യൂട്യൂബിൽ കുറേ ബിൽഡിംഗ് ഹാക്കൊക്കെ നോക്കി പഠിച്ച് ഞാൻ എല്ലാ ഹില്ലിനെ കുറിച്ചൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ നോക്കട്ടെ. എനിക്ക് ഏറ്റവും അധികം ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ നോക്കാം. നോക്കിയത് ഈ കോഴ്സ് വേണം. കോഴ്സ് നമ്മുടെ കയ്യിലുണ്ടോ? നമ്മൾ വൈകിട്ടൊന്ന് പോയിട്ട് നമ്മളെ കൊണ്ടാണല്ലോ അല്ലേ നമ്മൾ. അല്ല, ഉണ്ട്. കയ്യിലില്ല. ഇനി വേറൊരു ബട്ടിൽ കൂടെ ഉണ്ടായിരുന്നല്ല, ഞാൻ പെട്ടിക്കകത്ത് വെച്ചോ. ബട്ടിൽ കൂടെ ഉണ്ടായിരുന്നു. ബട്ടിലിക്കകത്ത് തൊട്ടില്ല. ഞാനെങ്ങാട് ഇതിട്ടുള്ള ഞാൻ കറി കൊണ്ട് വെച്ച ആകോട്ടെ. ഇതിനുള്ളിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ബട്ടറിയിലുണ്ടോ? അതല്ല. വിചാരിക്കുന്നുള്ളൂ എനിക്ക് പോയി വില്ലേജിലത്തെ ഹൗസിൽ പോയാൽ പോലെ, എന്നിട്ട് അവിടെ വർക്ക് ചെയ്യാൻ വെച്ചാൽ പോലെ. പക്ഷെ എനിക്ക് അല്ലാതെ ഇവിടെ ബിൽഡ് ചെയ്ത് ഹൗസ് അങ്ങനെ ഇഷ്ടം. വില്ലേജേഴ്സ് അപ്പോൾ അവിടെ കളിക്കും. ഇപ്പോൾ വില്ലേജേഴ്സ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ വില്ലേജേഴ്സ് എല്ലാം അത് പൂട്ടി വെച്ചിട്ടെങ്കിൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ നമുക്ക് അൽഫാമും ട്രേഡിംഗ് ഹാളൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പ്ലാനുണ്ട്. നൂറ്റമ്പത് പ്രവർത്തിച്ച് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മിക്കവാറും ഞാനത് നല്ല സമയം എടുത്ത് ഞാൻ ചെയ്യത്തുണ്ടാവുള്ളൂ. ചിലപ്പോൾ എപ്പിസോഡ് 100 കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ നല്ലോണം ഞാൻ അത്രയ്ക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്കുന്നില്ല ഈ സീരീസ്. ഞാൻ നല്ല സമയം 200-300 എപ്പിസോഡൊക്കെ എടുത്ത് ഡ്രാഗനെ മീറ്റ് ചെയ്യാൻ തന്നെ നോക്കത്തുള്ളൂ. അവിടെ നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ട് സോറി. ഞാൻ അങ്ങനെയാണ് ഞാൻ ഇനിയായിട്ട് ഡ്രാഗനെ മീറ്റ് ചെയ്ത് കിട്ടില്ല. ഞാൻ എല്ലാ ശ്രമം നടക്കുമ്പോഴും അത് ഞാൻ ഫെയിലായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും ഡ്രാഗനെ മീറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ആകെ ഇവിടെ നോക്കിയിട്ട് ലൈബ്രറിമാരെ മാത്രമേ കാണുന്നുള്ളൂ. രാത്രിയാണ് വേറെ ലൈബ്രറി മാറിക്കൊടുക്ക്.
അപ്പോൾ രണ്ടുപേരെ ഞാൻ സേഫ് കിട്ടുമ്പോഴേക്ക് വേഗം ചെന്ന് വന്നോളാം. അല്ലെ ഇപ്പോൾ സോമീസ് ഇറങ്ങും. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ നല്ലോണം കൂടി കാണും. അപ്പോൾ സോറി, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം തന്നെ ഒരു അരമണിക്കൂറായി കാണും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. അപ്പോൾ എത്രയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വില്ലേജസിനെ അത് ട്രാപ്പ് ചെയ്തു. പിന്നെ തൊട്ടപ്പുറത്തുള്ള വില്ലേജ് പോയി എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഒരു ചെറിയൊരു ഹൗസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞാൻ ചിലപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ പൊട്ടിച്ചോളി കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്യാതെടുത്തു, ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യാതെടുത്ത് സ്റ്റോപ്പ് ചെയ്യാതെടുത്ത് റെക്കോർഡിങ് സ്റ്റോപ്പ് ഇതൊക്കെ ഞാൻ ഈ വേളിലേക്ക് വലിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സോറി, എനിക്ക് ആ എഡിറ്റ് ചെയ്ത് കളയാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ശരി അപ്പോൾ ബൈ ബൈ. എനിക്ക് സുധീൻ്റെ ഇത് വീഡിയോ ഉണ്ടാക്കാൻ ശീലിച്ചതാണ്.